കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് മെഗാസ്പോറോജനസിസ് ആൻഡ് മെഗാഗാമറ്റോജനസിസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇന്നതിൻ്റെ കണ്ടിന്യൂഷനാണ്. സ്ക്രീൻ കാണാമെന്ന് കരുതുന്നു എല്ലാവർക്കും. കാണാമോ? ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം, reproductive structures or reproductive organs in the flower related to the female reproductive system. Ovary, ovule, stigma, style എന്താണെന്ന് നമ്മൾ കണ്ടു. കാർപ്പലിൻ്റെ ഡെഫിനിഷൻ കണ്ടു. കാർപ്പലിനകത്ത് ഓവ്യൂൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. ഓവ്യൂളിനെ അറ്റാച്ച് ചെയ്യുന്ന പ്ലാസൻഡ ഉണ്ട്, പ്ലാസൻഡയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഫ്യൂണിക്കിൾ ഉണ്ട്, ഹൈലം ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ നമ്പർ ഓഫ് കാർപ്പൽസിനനുസരിച്ച് മോണോ കാർപ്പലറി, മൾട്ടി കാർപ്പലറി വരെയും മൾട്ടി കാർപ്പലറി യൂണിലോക്കുലാർ എന്ന കണ്ടീഷനും അവയുടെ ഫ്യൂഷനും ഒക്കെ നമ്മൾ കണ്ടു. പിന്നീട് മെഗാസ്പൊറാഞ്ചിയം എന്ന് പറയുന്നത് എന്താണ്, എംബ്രിയോസാക്ക് എന്ന് പറയുന്നത് എന്താണ്, ഹൈലം എന്ന് പറയുന്ന ഫ്യൂണിക്കിളിൽ ഓവിയോളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഹൈലം എന്ന് പറയുന്നത് എന്താണ് എന്നൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ വരെയാണ് നമ്മൾ കണ്ടുവച്ചത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇതിൻ്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചറാണ്. ആ ഫിഗർ നോക്കുക, നിങ്ങൾക്ക് പിക്ചറിൽ കാണാം. ഒരു ഓവ്യൂൾ ഈ രീതിയിലാണ് നമ്മൾ പിക്ചറിൽ കാണുന്നത് പോലെയാണ് നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്യുന്നത്. ഇതാണ് ഓവ്യൂൾ. അതിൻ്റെ സ്റ്റോക്കിന് പറയുന്ന പേര് ഫ്യൂണിക്കിൾ എന്നാണ്. ഫ്യൂണിക്കിൾ ഓവ്യൂളുമായിട്ട് ചേരുന്ന ഭാഗത്ത് നമുക്ക് ഹൈലം എന്ന് വിളിക്കാം. ഹൈലം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹൈലം. ഇനി ഇതൊരു സ്റ്റോക്കായിട്ട് കണക്കാക്കുകയും ഇതിൻ്റെ ടിപ്പിൽ ഈ ഓവ്യൂൾ പിടിച്ചു കിടക്കുകയും ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചാൽ ഇതിൻ്റെ ചെവട്ടിലല്ല, ഇതിൻ്റെ ബേസൽ പോർഷനിലല്ല ഈ ഫ്യൂണിക്കിൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാം. ഫ്യൂണിക്കിൾ വന്ന് ഒരു കർവ് എടുത്ത് മുകളിലേക്ക് മടങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു കണ്ടീഷനാണ് മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് കാണപ്പെടുന്നത്. ഈ കണ്ടീഷൻ നമ്മൾ വിളിക്കുന്നത് അനാട്രോപ്പസ് ഓവ്യൂൾ എന്നാണ്. അനാട്രോപ്പസ്, ഓർത്തോട്രോപ്പസ്, ഹെമി അനാട്രോപ്പസ് എന്നിങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓവ്യൂൾസ് ഉണ്ട്. അത് വിശദമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ ഫ്യൂണിക്കിൾ ഇങ്ങനെ വന്ന് ഓവ്യൂളിൻ്റെ ബേസിൽ അറ്റാച്ച് ചെയ്ത് ബേസ് ഇങ്ങനെ ഒരു 180 ഡിഗ്രി തിരിഞ്ഞിട്ടാണ് ഈ ഒരു ഷേപ്പ് അറ്റൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ അനാട്രോപ്പസ് ഓവ്യൂൾ എന്നാണ് പറയുക. അപ്പോൾ എന്തായാലും ഈ ഓവ്യൂളാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഓവ്യൂൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓവ്യൂളിൻ്റെ നടുക്ക് നമുക്ക് ഒരു എംബ്രിയോ സാക്ക് കാണാം. ഈ എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് ഒരു സെല്ലിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. ഈ എംബ്രിയോ സാക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു? അതിന് ചുറ്റും കുറച്ച് ന്യൂട്രീറ്റീവ് ടിഷ്യൂ കാണാം. അത് നമ്മൾ ന്യൂസെല്ലസ് എന്ന് വിളിക്കും. ന്യൂസെല്ലസിന് ചുറ്റുമായിട്ട് അല്ലെങ്കിൽ വശങ്ങളിലായിട്ട് 2 ഇൻഡഗുമെന്റ്സ് കാണാം. 2 ഇൻഡഗുമെന്റ്സിൽ ഒന്ന് നമ്മൾ ഇന്നർ ഇൻഡഗുമെന്റ് എന്നും, അകത്തുള്ളതിനെ നമ്മൾ ഇന്നർ ഇൻഡഗുമെന്റ് എന്നും, പുറത്തുള്ളതിനെ ഔട്ടർ ഇൻഡഗുമെന്റ് എന്നും വിളിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ സ്ട്രക്ചർ. ഇത്രയും നമ്മൾ ഏകദേശം പറഞ്ഞതുമാണ് നേരത്തെ തന്നെ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇൻഡഗുമെന്റ്സ് ബേസിൽ നിന്ന് മുകളിലേക്ക് വന്നിട്ട് ഈ എംബ്രിയോ സാക്കിൻ്റെ ഈ ലെവലെത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഡഗുമെന്റ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. മുകളിലേക്ക് വന്ന് നടുക്ക് സെൻട്രൽ ടോപ്പ് എൻഡിൽ നടുക്ക് ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ടാക്കും. അപ്പോൾ അവിടെ അകത്തേക്ക് ഒരു ഓപ്പണിംഗ് കാണാം. ഈ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ പറയുന്നത് മൈക്രോപൈൽ. അപ്പോൾ മൈക്രോപൈൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഇൻഡഗുമെന്റ്സിന് ഇടയ്ക്കുള്ള ഈ വിടവാണ് ശരിക്കും മൈക്രോപൈൽ എന്ന് പറയുന്നത്. 3 ഡയമെൻഷനായിട്ട് ചിന്തിക്കുക. ഒരു കുടം പോലെ ഇരിക്കുന്ന സ്ട്രക്ചർ, ആ കുടത്തിൻ്റെ മുകളിൽ ഒരു ഓപ്പണിംഗ്, ആ ഓപ്പണിങ് മാർജിനായിട്ട് നിൽക്കുന്നത് ഇൻഡഗുമെന്റ്സ് ആണ്. ആ ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ് മൈക്രോപൈൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് വായിക്കുക. ദ ബേസൽ പാർട്ട് ഓഫ് ദ ഓവ്യൂൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു മൈക്രോപൈൽ. ഈ മൈക്രോപൈലിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ബേസൽ പോർഷൻ ഓഫ് ദ ഓവ്യൂൾ ഈസ് നോൺ ആസ് ദ ചലാസ. ചലാസ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഈ ചലാസയും മൈക്രോപൈലും നേരെ ഓപ്പോസിറ്റ് വരുന്ന പോർഷൻസ് ആണ്.
ഇത് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അനുസരിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അനാട്രോപ്പസും ഓർത്തോട്രോപ്പസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഒരു ഓവ്യൂളിനുള്ളത്. ഒരു എംബ്രിയോ സാക്ക് ഉണ്ടാവും, എംബ്രിയോ സാക്കിന് ചുറ്റും ഒരു ന്യൂസെല്ലസ് ഉണ്ടാവും, അതിന് ചുറ്റും ഒരു ഇന്നർ ഇൻറ്റഗ്മെൻ്റ് ഉണ്ട്, അതിന് ചുറ്റും ഒരു ഔട്ടർ ഇൻറ്റഗ്മെൻ്റ് ഉണ്ട്. ഈ ഇൻറ്റഗ്മെൻസിൻ്റെ ടോപ്പ് എൻഡിൽ എംബ്രിയോ സാക്കിൻ്റെ മുകളിലായിട്ട് ഈ ഇൻറ്റഗ്മെൻറ്റ്സ് ഒരു ഓപ്പണിംഗ് ഫോം ചെയ്യും. അത് നമ്മൾ മൈക്രോപൈൽ എന്ന് വിളിക്കും. മൈക്രോപൈലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗം ഈ ഓവ്യൂളിൻ്റെ ബേസൽ പോർഷൻ ആണെന്ന് പറയാം. ഈ ബേസൽ പോർഷൻ നമ്മൾ ചലാസ എന്ന് വിളിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂസെല്ലസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസിൽ നിന്ന് തന്നെയാണ് ഈ എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഈ ന്യൂസെല്ലാർ ടിഷ്യൂ എന്ന് പറയുന്നത് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഒരുപാട് സ്റ്റോർ ചെയ്യുന്ന ഒരു പോർഷനാണ്. ഇവിടെ നിന്നാണ് ഡെവലപ്പിംഗ് എംബ്രിയോ സാക്കിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നത്. സാധാരണഗതിയിൽ ഒരു എംബ്രിയോ സാക്ക് മാത്രമേ ഒരു ന്യൂസെല്ലസിനകത്ത് ഉണ്ടാകത്തുള്ളൂ. ഈ എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു മെഗാസ്പോറിൽ നിന്നാണ്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മെഗാസ്പോർ ഫോം ചെയ്യുന്നത് എന്നാണ്. ഒരു ഓവ്യൂൾ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഓവറിക്കകത്ത് പ്ലാസെൻ്റ ഉണ്ട്. ആ പ്ലാസെൻ്റയിൽ നിന്ന് ഒരു ഔട്ട് ഗ്രോത്ത് ആയിട്ടാണ് ഓവ്യൂൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓവറി ഒരു സാക്കാണ്. ആ സാക്കിനകത്തുള്ള നടുക്ക് ആക്സിയലറി പൊസിഷനോ അല്ലെങ്കിൽ പെറൈറ്റൽ പൊസിഷനോ അല്ലെങ്കിൽ മാർജിനൽ പൊസിഷനോ എവിടെ നിന്നാണോ ഡെവലപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഒരു ഔട്ട് ഗ്രോത്ത് ഉണ്ടാവും. ആ ഔട്ട് ഗ്രോത്തിന് ഒരു എപ്പിഡെർമിസ് ഉണ്ടാവും. എപ്പിഡെർമിസിനകത്തായിട്ട് കുറേ ഹൈപ്പോഡെർമൽ സെൽസ് ഉണ്ടാവും. കുറച്ച് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ സ്ട്രക്ചറിനകത്ത് ഈ പ്ലാസെന്റൽ ഔട്ട് ഗ്രോത്തിനകത്ത് ടിപ്പിലായിട്ട് ഇൻറ്റഗ്മെൻസും ന്യൂസെല്ലസും ഡിഫറൻഷിയേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമുക്ക് കാണാം എങ്ങനെയാണെന്ന്. 2 ലെയർ എപ്പിഡെർമൽ സെൽസ്, എപ്പിഡെർമിസിനകത്തുള്ള ടിഷ്യൂ, ആ ടിഷ്യൂവിൽ നിന്ന് ഒരു ന്യൂസെല്ലാർ മാസ് ഓഫ് ടിഷ്യൂ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഈ ന്യൂസെല്ലാർ മാസ് ഓഫ് ടിഷ്യൂവിൻ്റെ ഔട്ട്സൈഡായിട്ട് ഇൻറ്റഗ്മെൻസും ഡെവലപ്പ് ചെയ്തു തുടങ്ങും. ഇത് ഈ ഗ്രോത്ത് നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ഗ്രോ ചെയ്തിട്ട് നിന്നിട്ട് അടുത്തൊരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നു. ഇതൊരു കണ്ടിന്യൂസ് ഗ്രോത്ത് ആണ്. അപ്പോൾ ആ ഫ്ലവർ ഡെവലപ്പ് ചെയ്യുന്നു, ആൻഡ്രീഷ്യം ഡെവലപ്പ് ചെയ്യുന്നു, ഓവറി ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിനകത്ത് ഒരു ഒരു പ്ലാസെന്റൽ ഔട്ട് ഗ്രോത്ത് ഉണ്ടാകുന്നു. ആ പ്ലാസെന്റൽ ഔട്ട് ഗ്രോത്തിൻ്റെ ടിപ്പിൽ ഈ ടിഷ്യൂസ് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഡിവൈഡ് ചെയ്ത് മാസ് സെൽസ് ഉണ്ടാകുകയും നടുക്കായിട്ട് നമുക്കൊരു ന്യൂസെല്ലാർ ടിഷ്യൂവും വശങ്ങളിലായിട്ട് 2 ഇൻറ്റഗ്മെൻസും കാണാം. ഈ ഇൻറ്റഗ്മെൻസിൽ ഇന്നർ ഇൻ്റർമെൻ്റ് ആയിരിക്കും ആദ്യം ഫോം ചെയ്യുന്നത്. ഇത് ഇൻകോൺസ്പിക്വസ് ആയിരിക്കും, പക്ഷെ ഡെലിക്കേറ്റ് ആയിരിക്കും. ഔട്ടർ വണ്ണമായി കുറച്ചുകൂടെ തിക്കും കോൺസ്പിക്വസും ആയിരിക്കും. ഇതിൽ അപ്പോൾ ഈ ഒരു ഗ്ലോബുലാർ സ്ട്രക്ചർ ഇങ്ങനെ ഫോം ചെയ്യുകയാണ്. 2 കവറിങ്ങും അകത്ത് മാസ് ഓഫ് ടിഷ്യൂ ആയിട്ട്. ഈ അകത്തുള്ള മാസ് ഓഫ് ടിഷ്യൂവിനെയാണ് നമ്മൾ ന്യൂസെല്ലസ് എന്ന് വിളിക്കുന്നത്. ഈ ന്യൂസെല്ലസിന്റെ കൂട്ടത്തിൽ ഒരു ഹൈപ്പോഡെർമൽ സെല്ല്, അതായത് ഏറ്റവും ഔട്ടർമോസ്റ്റ് സെല്ലല്ല, തൊട്ടകത്തുള്ള ഒരു സെല്ല് മറ്റ് സെൽസിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യും. എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു? നമ്മൾ നേരത്തെ മറ്റ് സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ it is differentiated by its bigger size, dense cytoplasm and conspicuous nucleus. അപ്പോൾ ഇതാണ് മെഗാസ്പോർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ മെഗാസ്പോർ മദർ സെല്ലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സെല്ലിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്. അത് എല്ലാ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലും ഇങ്ങനെ തന്നെയാണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഓർ ഇറ്റ് ഈസ് കോൺസ്പിക്വസ് വിത്ത് ഇറ്റ്സ് ബിഗർ സൈസ്. ചുറ്റുമുള്ള സെൽസിനേക്കാൾ വലുതായിരിക്കും ഇത്. സൈറ്റോപ്ലാസം നല്ല അളവിൽ സൈറ്റോപ്ലാസം അക്യുമുലേറ്റ് ചെയ്യും. ഡെൻസ് സൈറ്റോപ്ലാസം ആയിരിക്കും. പിന്നെ ന്യൂക്ലിയസ് വളരെ കോൺസ്പിക്വസ് ആയിരിക്കും, എൻലാർജ്ഡ് ആയിരിക്കും. അതായത് ഫങ്ഷണൽ ജീനുകൾ നിറഞ്ഞ് ക്രോമസോംസ് ഒക്കെ വലുതായി ക്ലിയർ ആയിട്ട് കോൺസ്പിക്വസ് ന്യൂക്ലിയസ് ഫോം. ഈ സെല്ലിനെയാണ് നമ്മൾ മൈക്രോസ്പോറജനസ് പറഞ്ഞ പോലെ തന്നെ ആർക്കസ്പോറിയൽ സെൽ എന്ന് പറയുന്നത്. ആർക്കസ്പോറിയൽ ഇനിഷ്യൽ അല്ലെങ്കിൽ ആർക്കസ്പോറിയൽ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, പ്ലാസെന്റൽ ഔട്ട് ഗ്രോത്തിൽ പ്ലാസെന്റയിൽ നിന്ന് ഒരു ഔട്ട് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഔട്ട് ഗ്രോത്തിന്റെ ടിപ്പിൽ നമുക്ക് ഇൻറ്റഗ്മെന്റ്സും അകത്ത് ന്യൂസെല്ലസും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ന്യൂസെല്ലസിൽ ഒരു ഹൈപ്പോഡെർമൽ സെല്ല് ആർക്കസ്പോറിയൽ ഇനിഷ്യൽ
അല്ലെങ്കിൽ ആർക്കസ്പോറിയൽ സെല്ലായിട്ട് മാറും. ഇനി ഈ ആർക്കസ്പോറിയൽ സെല്ലാണ് ഇനി അടുത്ത ഡെവലപ്മെന്റ് നടക്കുന്നത്. ഈ ആർക്കസ്പോറിയൽ സെൽ അണ്ടർഗോ എ ട്രാൻസ്വേഴ്സ് ഡിവിഷൻ ആൻഡ് ഫോം ആൻ ഇന്നർ പ്രൈമറി സ്പോറോജിനസ് സെൽ ആൻഡ് ആൻ ഔട്ടർ പ്രൈമറി പറൈറ്റൽ സെൽ. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ പ്രൈമറി സ്പോറോജിനസ് സെല്ലും പ്രൈമറി പറൈറ്റൽ സെല്ലുമായിട്ട് രണ്ട് സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിൽ അകത്തേക്ക് ഡെവലപ്പ് ചെയ്ത പ്രൈമറി സ്പോറോജിനസ് സെല്ല് ആണ് മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ പ്രൈമറി പറൈറ്റൽ സെല്ല് നിരവധി ഡിവിഷൻസ് നടന്നതിന് ശേഷം, റിപ്പീറ്റഡ് വെർട്ടിക്കൽ ഡിവിഷൻ നടന്നതിന് ശേഷം എ ലെയർ ഓഫ് പറൈറ്റൽ സെൽസ് ഫോം ചെയ്യും. ചില സമയങ്ങളിൽ ഈ ആർക്കസ്പോറിയൽ സെൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു പ്രൈമറി സ്പോറോജിനസ് സെല്ലും ഒരു പ്രൈമറി പറൈറ്റൽ സെല്ലും ഫോം ചെയ്യുന്നു. പറൈറ്റൽ സെല്ല് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ വാൾ ലെയേഴ്സിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ന്യൂ സെല്ലസിൻ്റെ മുകളിലുള്ള ഒരു ലെയർ ഓഫ് സെൽസ് ആയിട്ട് ഫോം ചെയ്യും. ചില സമയങ്ങളിൽ അങ്ങനെ ഒരു ഡിവിഷൻ നടക്കാതെ ഈ ആർക്കസ്പോറിയൽ സെല്ല് ഡയറക്ട്ലി ഫങ്ഷൻസ് ആസ് ദ മെഗാസ്പോർ മദർ സെൽ അങ്ങനെയും സംഭവിക്കാം. കാരണം പറൈറ്റൽ സെല്ലിന് വലിയ പ്രസക്തി ഇല്ല അവിടെ. നമ്മൾ മൈക്രോസ്പോറോജനസ് കാണുമ്പോൾ പറൈറ്റൽ സെല്ലിനാണ് വാൾ ലെയേഴ്സ് ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇവിടെ നമുക്കറിയാം ഇൻറ്റഗ്മെന്റ് ഓൾറെഡി ഉണ്ട്, ന്യൂ സെല്ലാർ ടിഷ്യൂ ഉണ്ട്. അതുകൊണ്ട് പറൈറ്റൽ സെല്ലിന് വലിയ ഫങ്ഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് ചില സമയങ്ങളിൽ മെഗാസ്പോർ മദർ സെല്ലായിട്ട് ഈ ആർക്കസ്പോറിൽ ഇനിഷ്യൽ ഡയറക്ട്ലി ഫങ്ഷൻ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്തായാലും മെഗാസ്പോർ മദർ സെൽ എന്ന് പറയുന്നത് ഈ ഇന്നർ മോസ്റ്റ് സെല്ലാണ്. ഈ മെഗാസ്പോർ മദർ സെൽ ആണ് ഫർദർ ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പോൾ ഇതൊരു പിക്ചർ, രണ്ട് പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ പിക്ചർ. അതിൽ നമ്മളൊരു ഡിഫറൻസിയേഷൻ പാറ്റേൺ കാണിക്കുകയാണ്. അതായത് നമ്മുടെ പ്ലാസെൻഡയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഔട്ട് ഗ്രോത്ത്, പ്ലാസെൻഡർ ഔട്ട് ഗ്രോത്ത്. ആ പ്ലാസെൻഡർ ഔട്ട് ഗ്രോത്തിൽ ഒരു എപ്പിഡെർമിസ് കാണാം. എപ്പിഡെർമിസിനകത്തായിട്ട് ഒരു ആർക്കസ്പോറിയൽ സെൽ. ഈ ആർക്കസ്പോറിയൽ സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു ഔട്ടർ സെൽ വിച്ച് ഈസ് നോൺ ആസ് ദ പ്രൈമറി പറൈറ്റൽ സെൽ ആൻഡ് inner cell which is known as the primary sporogenous cell. The primary parietal cell becomes a layer of parietal cells. അത് വലിയ സിഗ്നിഫിക്കൻസ് ഉള്ളതല്ല, പക്ഷേ there is a layer of parietal cells. Then the inner cell becomes the megaspore mother cell. അടുത്ത സ്റ്റേജ് നമ്മൾ പറഞ്ഞിട്ടില്ല, പറയാൻ പോകുന്നത് ഇതാണ്. This megaspore mother cell undergo meiosis and 4 cells are formed which are known as the megaspores. Among these 4 megaspores produced, only one functions, and the other 3 degenerate in many type of cell plants. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. ഇത് സാധാരണഗതിയിൽ കാണപ്പെടുന്ന രീതി. നമ്മൾ പോളിഗോണം ടൈപ്പ് വിശദമായിട്ട് ക്ലാസ്സിൽ തന്നെ കാണാം. എന്തായാലും ഇത് ഇങ്ങനെയാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. ഇത് തന്നെ വേറെ തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ദ സെയിം തിങ്. Archosporial cell becomes parietal and the sporogenous cell. The sporogenous cell undergo meiosis and 4 cells are formed. Only one becomes functional. These integuments develop from the side and a micropyle is seen here. So this is the mature embryo sac. And we will പറയാം. രണ്ട് representation എന്നുള്ളതേ ഉള്ളൂ. ഇനി എങ്ങനെയാണ് ഈ മെഗാസ്പോർസ് ഫോം ചെയ്യുന്നത്? ഇതാണ് വിശദമായിട്ട്. ഒരു പക്ഷേ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവും. ഇതും നിങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിനകത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ പുതുതായിട്ട് പഠിക്കാൻ പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാറുമുണ്ട്. മെഗാസ്പോറോജനസിസ്. മെഗാസ്പോറോജനസിസ് എന്ന് വെച്ചാൽ മെഗാസ്പോർ ഉണ്ടാകുന്നത് എങ്ങനെയെന്നുള്ളതാണ്. മെഗാസ്പോർ മദർ സെൽ, ആർക്കസ്പോറിയൽ ഇനിഷ്യലിനകത്ത് പറൈറ്റൽ സെല്ലും സ്പോറോജിനസ് സെല്ലുമായിട്ട് മാറുന്നു. സ്പോറോജിനസ് സെല്ല് ഡയറക്ട്ലി ഫങ്ഷൻസ് ഓഫ് ദ മെഗാസ്പോർ മദർ സെൽ എന്ന് പറഞ്ഞു. ഈ മെഗാസ്പോർ മദർ സെല്ല് ഡിപ്ലോയിഡ് ആണ്, 2n ആണ്. ഈ മെഗാസ്പോർ മദർ സെല്ല് മിയോസിസിന് വിധേയമാവും, അണ്ടർഗോ മിയോസിസ് ആൻഡ് ഫോം 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ്. മിയോസിസ് നടന്നതായതുകൊണ്ട് അവിടെ റിഡക്ഷൻ ഡിവിഷനാണ്, ഹാപ്ലോയിഡ് ആവും, n നമ്പർ ഓഫ് ക്രോമസോംസ് കാണത്തുള്ളൂ. The first division of megaspore mother cell is transverse, forming 2 cells. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. The first division, അതായത് മിയോസിസിലെ meiosis 1 എന്ന് പറയുന്നത്, first division of the megaspore mother cell is transverse, forming 2 cells. Both the cells again divide transversely and thus 4 haploid megaspores are formed.
These megaspores arranged in an axial row called a linear tetrad. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാര്യം നമ്മൾ മൈക്രോസ്പോർ ജനസിന്റെ കാര്യം പറഞ്ഞു. എങ്ങനെയാണ് മൈക്രോസ്പോർ മദർ സെല്ല് ഡിവൈഡ് ചെയ്ത് ഉണ്ടാകുന്ന 4 മൈക്രോസ്പോർസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ത് ഷേപ്പിലാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ആരെങ്കിലും ഒരാൾ പറയും. കേൾക്കുന്നില്ലേ? പറഞ്ഞേ. റിസ്വാൻ പറയൂ. റിസ്വാൻ അഹമ്മദ്. യെസ്, 4 അല്ലേ? ഒരു സെല്ലിൽ നിന്ന് എല്ലാ വശങ്ങളിലേക്കും ഈക്വലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളതിനെ ടെട്രാഹീഡ്രൽ അറേഞ്ച്മെന്റ് എന്നാണ് പറയുക. ടെട്രാഡ് ഓഫ് സെൽസ് എന്നാണ് പറയുക. ടെട്രാഡ് ഓഫ് സെൽസ് വിച്ച് ഈസ് അറേഞ്ച്ഡ് ഇൻ ഈക്വൽ പ്രൊപ്പോർഷൻസ്. 360 ഡിഗ്രി നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ ഇരിക്കും. അതുപോലെ ടെട്രാഹീഡ്രൽ ആയിട്ടാണ് അറേഞ്ച്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആദ്യ ഡിവിഷൻ നടന്ന് 2 സെൽ ഉണ്ടാകുന്നു. ഈ 2 സെല്ലും ലീനിയർ ആയിട്ട് വെർട്ടിക്കലി തന്നെ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ലീനിയർ ടെട്രാഡാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ലീനിയർ ലൈൻ ഓഫ് സെൽസ്. ഇതിൽ ഔട്ട് ഓഫ് ദിസ് 4 മെഗാസ്പോർസ് ഓൺലി 1, അത് ഏതാണെന്ന് ചോദിച്ചാൽ ദ വൺ വിച്ച് ഈസ് ടുവേർഡ്സ് ദ സെലാസൽ എൻഡ്. അതായത് മൈക്രോപൈലാർ എൻഡിലാണ് ഈ ഹൈപ്പോഡെർമസ് സെൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അകത്തേക്കുള്ള സെല്ല് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അകത്തേക്കുള്ള ഒരു സെല്ല് മാത്രം മെഗാസ്പോർ ആയിരിക്കുകയും ബാക്കി 3 എണ്ണവും മൈക്രോപൈലാർ എൻഡിലേക്കുള്ള 3 എണ്ണവും ഡീജനറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ഈ ഫങ്ഷണൽ മെഗാസ്പോർ ആണ് ശരിക്കുള്ള ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്, അഥവാ എംബ്രിയോ സാക് എന്ന് പറയും. അപ്പോൾ ഇത് അതായത് n നമ്പർ ഓഫ് ക്രോമസോംസ് ആണുള്ളത്, ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ആണുള്ളത്. ഇതിലാണ് നമുക്ക് ഗാമറ്റോഫൈറ്റിലെ ഫസ്റ്റ് സെൽ എന്ന് പറയാം. ഈ ഫസ്റ്റ് സെല്ലിൽ നിന്ന് ഈ ഫങ്ഷണൽ മെഗാസ്പോർ എൻലാർജ് ചെയ്തിട്ട് കുറച്ച് വലിപ്പം വെച്ചതിന് ശേഷം ഈ എംബ്രിയോ സാക്കിലുള്ള ന്യൂക്ലിയസ് വീണ്ടും ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയാം ഹാപ്ലോയിഡ് ആണ് ഇപ്പോൾ കണ്ടീഷൻ. അത് 1 പ്രാവശ്യം ഡിവൈഡ് ചെയ്തു, 2 പ്രാവശ്യം ഡിവൈഡ് ചെയ്തു, 3 പ്രാവശ്യം ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര സെൽസ് ആവും? ഒരു സെല്ല് മിയോസ് നടന്ന് 4 സെൽസ് ഉണ്ടായി, അതിൽ 3 സെല്ല് ഡീജനറേറ്റ് ചെയ്തു, ബാക്കി 1 സെല്ല് അവശേഷിക്കുന്നു. ആ സെല്ല് 3 മൈറ്റോസിന് വിധേയമാവുന്നു. അപ്പോൾ 1 2 ആവും, 2 4 ആവും, 4 8 ആവും. അങ്ങനെ 8 ന്യൂക്ലിയസുകൾ ഫോം ചെയ്യും. ക്ലിയർ അല്ലേ? ഈ 8 ന്യൂക്ലിയസുകളിൽ തുടക്കത്തിൽ ഡെവലപ്മെന്റ് ഏർലി സ്റ്റേജസിൽ 4 എണ്ണം മൈക്രോപൈലാർ എൻഡിലേക്കും, എംബ്രിയോസാക്കിനകത്തുള്ള മൈക്രോപൈലാറിലേക്ക് പോകുന്നല്ല അർത്ഥം, ആ സെല്ലിനകത്ത് മൈക്രോപൈലാർ സൈഡിലേക്ക്, അതായത് മൈക്രോപൈലുള്ള വശത്തേക്ക് അഥവാ മോൾ വശത്തേക്ക് ടുവേർഡ്സ് ദ മൈക്രോപൈൽ 4 എണ്ണം ചലാസൽ എൻഡിലേക്ക് നീങ്ങും. അങ്ങനെ മുകളിൽ 4 താഴെ 4 എന്ന കണ്ടീഷനിലെത്തും. എന്നിട്ട് ഈ 4 എണ്ണത്തിൽ നിന്ന്, മുകളിലുള്ള 4 നിന്നും താഴെയുള്ള 4 നിന്നും ഓരോന്നും, അതായത് ചലാസൽ എൻഡിൽ നിന്നും മൈക്രോപൈലാർ എൻഡിൽ നിന്നും ഓരോ ന്യൂക്ലിയസ് നടുഭാഗത്തേക്ക് നീങ്ങും. നടുക്കോട്ടേക്ക് നീങ്ങി അവിടെ വെച്ച് ഒരു പെയർ ഓഫ് ന്യൂക്ലിയസ് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ പോളാർ ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. ഈ പോളാർ ന്യൂക്ലിയൈ ഫ്യൂസ് ചെയ്യുകയാണ്. ഫ്യൂസ് ചെയ്തിട്ട് വീണ്ടും ഒരു 2n ന്യൂക്ലിയസ് ഉണ്ടാവും. അതിന് നമ്മൾ ഡെഫിനിറ്റീവ് ന്യൂക്ലിയസ് അഥവാ പോളാർ ഫ്യൂഷൻ ന്യൂക്ലിയസ് ഓർ സെക്കൻഡറി ന്യൂക്ലിയസ് എന്ന് പറയും. ഇതാണ് എംബ്രിയോസാക്കിന്റെ മെഗാ ഗാമറ്റോജനസിസ് എന്ന്. മെഗാസ്പോർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കണ്ടു. ഇതാണ് മെഗാ ഗാമറ്റോജനസിസ്. കാര്യം മെഗാ ഗാമറ്റോജനസിസ് എന്ന് പറയാൻ കാരണം മെഗാസ്പോർ മദർ സെല്ല് മിയോസിന് വിധേയമായി ഹാപ്ലോയിഡ് സെല്ല് ഉണ്ടായതിനു ശേഷം ഇനി ഗമീറ്റ് ഉണ്ടാകുന്ന പ്രോസസ്സാണ് ഈ പറയുന്നത്. ഗമീറ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് 8 സെൽസിന്റെ ഒരു ഗാമറ്റോഫൈറ്റ് ആണ് ഫോം ചെയ്യുന്നത്, 8 ന്യൂക്ലിയസിന്റെ. ഇതിൽ 8 എണ്ണവും അറേഞ്ച് ചെയ്യുന്നതും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള പാറ്റേൺ ആണ് നമ്മൾ പറഞ്ഞത്. ഒരു സെല്ല്, മെഗാസ്പോർ സെല്ല്, undergo 3 divisions, 8 nuclei are formed. These 8 nuclei are arranged as 2 groups of 4 each.
then one each from both the sides move towards the center and becomes the definitive nucleus, which is haploid, or it is also known as polar fusion nucleus or secondary nucleus. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിൽ സങ്കല്പിക്കുക, പടം പിന്നീട് കാണിക്കാം. മനസ്സിൽ സങ്കല്പിക്കാൻ വേണ്ടിയാണ് ആദ്യം പടം കാണിക്കാത്തത്. സങ്കല്പിച്ച് നോക്കുക, ആ എംബ്രിയോ സാക്ക് നടുക്ക് നിൽക്കുന്നു. അതിൽ മൈക്രോപൈലാർ എന്തിൽ 4 ഉണ്ടാകുന്നത് ഒന്ന് നടുക്കോട്ട് പോയി, താഴെ ചലാസൻ എന്തിൽ 4 ഉണ്ടാകുന്നത് അതിലൊന്നും ഒരെണ്ണം നടുക്കോട്ട് പോയി. അപ്പോൾ മൈക്രോപൈലാറിൽ ഇപ്പോൾ 3 ന്യൂക്ലിയസ് ഉണ്ട്. നടുക്ക് ഒരു ഡിപ്ലോയിഡ് പോളാർ ന്യൂക്ലിയസ് ഉണ്ട്. ചലാസൻ എന്തിൽ 3 സെൽസ് ഉണ്ട്. ഇതിൽ 3 ഈ 3 ഗ്രൂപ്പിനും ഓരോ പേരുകളുണ്ട്. അതാണ് നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നത്. അത് വായിച്ചു നോക്കുക. 3 ന്യൂക്ലിയസ് ഓഫ് ദ മൈക്രോപൈലാർ എൻഡ് ഫോം ദ എഗ് അപ്പാരറ്റസ്. അത് ഓർക്കണം. എഗ് അപ്പാരറ്റസ് എന്ന് വെച്ചാൽ 3 ന്യൂക്ലിയസുമാണ്. എഗ് അപ്പാരറ്റസ് എഗ് ഒന്നല്ല. എഗ് അപ്പാരറ്റസ് മീൻസ് ഓൾ ദിസ് 3 ന്യൂക്ലിയസ് ടുവേർഡ്സ് ദ മൈക്രോപൈൽ. 3 ചലാസലൻഡിലുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്നത് ആന്റിപോഡൽസ് എന്നാണ്. ആന്റിപോഡൽസ് ആർ ടുവേർഡ്സ് ദ ചലാസലൻഡ്. ഇനി ഈ എഗ് അപ്പാരറ്റസിൽ all the nucleus is surrounded by viscous mass of cytoplasm. Wall formation നടക്കുന്നില്ല. അതിൽ നടുക്കുള്ള സെല്ല് 3 നടുക്കുള്ള സെല്ല് enlarged ആയിരിക്കും, കോൺസ്പിക്വസ് ആയിരിക്കും. നേരത്തെ പറഞ്ഞത് ഡെൻസ് സൈറ്റോപ്ലാസം അക്യുമുലേറ്റ് ചെയ്യാൻ ചുറ്റും. അതിനെയാണ് നമ്മൾ എഗ് എന്ന് വിളിക്കുന്നത്. ഓവം അഥവാ ഊസ്ഫിയർ എന്നൊക്കെ വിളിക്കുന്നത് ഇതിനെ തന്നെയാണ്, എഗ് സെല്ലാണ്. മറ്റു 2 മൈക്രോപൈലാറിലുള്ള ഈ എഗ്ഗിന്റെ അപ്പുറമായിട്ട് കാണുന്ന 2 നമ്മൾ സൈനർജിഡ്സ് എന്നാണ് വിളിക്കുക. സൈനർജിഡ് എന്ന വാക്കിനർത്ഥം നറിഷിങ് അല്ലെങ്കിൽ സപ്പോർട്ടിങ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് അല്ലെങ്കിൽ നേഴ്സിംഗ് എന്നാണ്. കറക്റ്റ് നേഴ്സിംഗ് സെൽസ്, നേഴ്സ് സെൽസ് എന്നാണ് കറക്റ്റ്. അപ്പോൾ വി കോൾ ദം ആസ് സൈനർജിഡ്സ്. അപ്പോൾ മൈക്രോപൈലാറിൽ 3 സെൽസ് ഉണ്ട്. ആ 3 സെൽസിനെയും നമ്മൾ വിളിക്കുന്നത് എഗ് അപ്പാരറ്റസ് എന്നാണ്. ഈ എഗ് അപ്പാരറ്റസിൽ നടുക്കുള്ളതിനെ നമ്മൾ എഗ് സെൽ അല്ലെങ്കിൽ ഊസ്ഫിയർ അല്ലെങ്കിൽ ഓവം എന്ന് വിളിക്കും. അതിനടുത്ത് നിൽക്കുന്ന 2 സെൽസിനെ നമ്മൾ സൈനർജിഡ്സ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ആന്റിപോഡൽ സെൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ആന്റിപോഡൽ സെൽസും വിസ്കസ് മാസ് ഓഫ് സൈറ്റോപ്ലാസം ഉണ്ടാവും. അത് കവർ ചെയ്ത് ഒരു സെൽ വാൾ ഫോം ചെയ്യുന്നത് കാണാം. നടുക്ക് നമ്മുടെ പോളാർ ന്യൂക്ലിയസും ഉണ്ട്. അപ്പോൾ ഡയഗ്രാം നോക്കുക. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. മിയോസിസ് നടന്ന് 4 സെൽസ് ഉണ്ടാകുന്നു. 4 സെൽസിൽ 3 ഡീജനറേറ്റ് ചെയ്യുന്നു. നടുക്കുള്ളത് ഫങ്ഷണൽ മെഗാസ്പോർ ആവും. ഈ ഫങ്ഷണൽ മെഗാസ്പോറിൽ ആദ്യം ഒരു മൈറ്റോസിസ് നടക്കുന്നു, 2 സെൽസ് ഉണ്ടാകുന്നു. വീണ്ടും മൈറ്റോസിസ് നടക്കുന്നു, 4 സെൽസ് ഉണ്ടാകുന്നു. വീണ്ടും മൈറ്റോസിസ് നടക്കുന്നു, 8 സെൽസ് ആണ്. ഈ 8 സെൽസിൽ 4 ഒരു വശത്തേക്ക്, 4 ഒരു വശത്തേക്ക് നിൽക്കുന്നു, മറുവശത്തേക്ക് നിൽക്കുന്നു. ഒന്ന് മൈക്രോപൈലാറിലേക്കും മറ്റൊന്ന് ചലാസനത്തിലേക്കും. ഈ 4 നിന്ന് ചലാസനത്തിൽ 4 നിന്ന് 1 നടുക്കോട്ട് പോകുന്നു. മൈക്രോപൈലാർ എൻഡിൽ 4 നിന്ന് 1 നടുക്കോട്ടേക്ക് വരും. ഇത് 2 കൂടെ ഇവിടെ എത്തിയിട്ട് പോളാർ ന്യൂക്ലിയായി മാറുന്നു. ഈ പോളാർ ന്യൂക്ലിയെ ഫ്യൂസ് ചെയ്യുന്നു. മൈക്രോപൈലാർ എൻഡിലുള്ള 3 സെൽസിന് നമ്മൾ എഗ് അപ്പാരറ്റസ് എന്ന് വിളിക്കുന്നു. ഈ എഗ് അപ്പാരറ്റസിൽ നടുക്കുള്ളത് വളരെ കോൺസ്പിക്വസ് ആയിരിക്കും, ലാർജ് ആയിരിക്കും. ഇതിനെ നമ്മൾ എഗ് എന്ന് വിളിക്കുന്നു. തൊട്ട് അപ്പുറമുള്ള നമ്മൾ സൈനർജിഡ്സ് എന്ന് വിളിക്കുന്നു. നേഴ്സ് സെൽസ് സൈനർജിഡ്സ് എന്ന് വിളിക്കുന്നു. ചലാസനത്തിൽ 3 സെൽസ് ഉണ്ട്, 3 ന്യൂക്ലിയസ് ഉണ്ട്. അതിന് നമ്മൾ ആന്റിപോഡൽസ് എന്ന് വിളിക്കുന്നു. ഈ ഘട്ടം അടുത്ത ഘട്ടം ആകുമ്പോഴത്തേക്ക് ഈ പോളാർ ന്യൂക്ലിയസിലെ 2 ന്യൂക്ലിയസുകളും തമ്മിൽ ഫ്യൂസ് ചെയ്ത് ഒരു ഡെഫിനിറ്റീവ് ന്യൂക്ലിയസ് അഥവാ സെക്കൻഡറി ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. അത് 2n ആയിരിക്കും. അപ്പോൾ ഈ എംബ്രിയോസാക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 8 ന്യൂക്ലിയസുകളുണ്ട് എന്ന് നമുക്ക് കാണാം. ഒരു സെക്കൻഡ്, ആരോ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ നോക്കിവിടെ? ഇല്ല, ഓക്കെ. യെസ്, യെസ്. അപ്പോൾ 8 ന്യൂക്ലിയസുകൾ ഉണ്ടാവും. ഇതിന് നമ്മൾ 8 ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ, 8 ന്യൂക്ലിയേറ്റ് എംബ്രിയോസാക്ക് എന്നാണ് വിളിക്കുക. 8 ന്യൂക്ലിയേറ്റ് ആണെങ്കിൽ തന്നെയും, ഇത് 8 ന്യൂക്ലിയേഴ്സ് ഉണ്ട്, 8 ന്യൂക്ലിയേറ്റ് എന്ന് വിളിക്കാമെങ്കിൽ തന്നെയും ഇതെല്ലാം ഫോം ചെയ്യുന്നത് ഒരു ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്നാണ്. മെഗാസ്പോർ മദർ സെല്ല് മിയോസ് നടന്ന് 4 മെഗാസ്പോർസ് ഉണ്ടായിട്ട് 3 ഡീജനറേറ്റ് ചെയ്ത് 1 നിന്നാണ് പിന്നീട് ഈ 8 ന്യൂക്ലിയസുകളും ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് നമ്മൾ വിളിക്കുന്നത്
മോണോസ്പോറിക് 8 ന്യൂക്ലിയേറ്റ് എംബ്രിയോ സാക്ക് എന്നാണ്. മോണോസ്പോറിക് 8 ന്യൂക്ലിയേറ്റ് എംബ്രിയോ സാക്ക്. നമ്മൾ ആൻജിയോസ്പേംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ പ്ലാന്റ്സും ഈ കണ്ടീഷനാണ് കാണപ്പെടുക. ഇതിന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്ത് പോളിഗോണത്തിൽ ആയതുകൊണ്ട് പോളിഗോണം ടൈപ്പ് ഓഫ് എംബ്രിയോ സാക്ക് എന്ന് വിളിക്കും. This type of embryo sac development is very common in the case of angiosperms. It is also known as normal type, ordinary type, or polygonal type. Since all the 8 nuclei are formed from a single megaspore, it is also known as monosporic type. Clear? അപ്പോൾ ഇതാണ് ഒരു ടിപ്പിക്കൽ മെഗാസ്പോറോജനസിസ് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട രീതി. എന്നാൽ ഇതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ നേരത്തെ ക്ലാസ്സിൽ. എന്നാൽ ഇതിന് എക്സംഷൻസ് ഉണ്ട്, അഥവാ മോഡിഫിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആൾട്ടറേഷൻസ് ഉണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എസ് എ ആയിട്ട് തന്നെ ചോദിക്കാം ചിലപ്പോൾ. ഈ മെഗാസ്പോറോജനസിസ് അല്ലെങ്കിൽ മെഗാഗാമറ്റോജനസിസ് വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഗാസ്പോർസ് അല്ലെങ്കിൽ മെഗാഗാമറ്റോജനസിസ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് ഇവിടെ ചോദിച്ചാൽ ഇനി പറയാൻ പോകുന്ന ടൈപ്പുകൾ പഠിച്ചു വെച്ചിരിക്കണം. അത് ഇതിൻ്റെ മോഡിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്താണ് വ്യത്യാസം ബാക്കിയുള്ളതിന് എന്ന് പറഞ്ഞ് നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. പിന്നെ ഇതിന് വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡൈവേഴ്സിറ്റി ആണ് പ്ലാന്റ്സിൽ, ആൻജിയോസ്പേംസിൽ തന്നെ ഇത്രമാത്രം വേരിയേഷൻ കാണിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ വലിയ സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല. അതുപോലെ അപ്ലൈഡ് എംബ്രിയോളജിയിൽ കൂടുതൽ ഫങ്ഷണൽ എഗ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തുള്ള റിസർച്ചിൽ ഒക്കെ ഇത് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്, ഏത് ഫാക്ടറാണ് ഇതിനെ മോണോസ്പോറിക് ആക്കുന്നത് അല്ലെങ്കിൽ ബൈസ്പോറിക് ആക്കുന്നത് എന്നുള്ളതൊക്കെയുള്ള ഇൻക്വിസിറ്റീവ് സ്റ്റഡീസിന് ഇത് ഫലപ്രദമാവുന്നു. സീഡ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട നമ്പർ ഓഫ് സീഡ്സ്, നമ്പർ ഓഫ് ഓവ്യൂൾസ്, എംബ്രിയോ ഡെവലപ്മെൻറ്റ്, എംബ്രിയോയിലെ അബോർഷന് കാരണമാകുന്നത് എന്നൊക്കെയുള്ള സ്റ്റഡീസിൽ ടിഷ്യൂ കൾച്ചറിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അപ്പോൾ അത് നമുക്കത് പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന ടൈപ്പിൽ ഇന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പിൽ ഇത് സ്വാഭാവികമാണ്, മറ്റൊരു ഗ്രൂപ്പിൽ അത് അസ്വാഭാവികമാണ്, നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ കണ്ട വേരിയേഷനാണ് എന്നൊക്കെ ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെടുന്നതല്ലാതെ വളരെ വലിയ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. പക്ഷേ ഡൈവേഴ്സിറ്റിയുടെ ഭാഗമാണ് എന്ന രീതിയിൽ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അത് അശ്രദ്ധമായി വിട്ടുകളായത് പഠിക്കുക. നമ്മൾ കാണാൻ പോകുന്നതാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചത് പോളിഗോണം ടൈപ്പാണ്. പോളിഗോണം ടൈപ്പ് വളരെ സിമ്പിളായിട്ട് കണ്ണടച്ചിരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. മെഗാസ്പോർ മദർ സെല്ല് ഫോം ചെയ്യുന്നു. ആ മെഗാസ്പോർ മദർ സെല്ല് മിയോസിന് വിധേയമാകുന്നു. മിയോസിന് വിധേയമായി 4 സെൽസ് ഉണ്ടാകുന്നു. 4 സെൽസിൽ 3 ഡിഫറെൻറ്റ് ഡീജനറേറ്റ് ചെയ്യുന്നു. ചലാസലിലേക്കുള്ള ഒരെണ്ണം മാത്രം ഫങ്ഷണലായിട്ടിരിക്കുന്നു. ഈ ഒരെണ്ണം 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. ഓരോന്നും ഓരോ എൻഡിലേക്ക്, ചലാസെല്ലിലേക്കും മൈക്രോപൈലാറിനിലേക്കും മൂവ് ചെയ്യുന്നു. അവിടെ വെച്ച് അത് വീണ്ടും 2 പ്രാവശ്യം ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ 4 സെൽസ് വീതമാകുന്നു. 4 സെൽസിൽ നിന്ന് ഓരോന്നും അടുക്കോട്ട് പോകുന്നു. അവിടെ വെച്ച് അത് ഫ്യൂസ് ചെയ്ത് സെക്കൻഡറി ന്യൂക്ലിയസ് അല്ലെങ്കിൽ പോളാർ ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. അങ്ങനെ എഗ് അപ്പാരറ്റസ് 3, ആൻറ്റിപോഡൽസ് 3, സെക്കൻഡറി ന്യൂക്ലിയസ്, ഇങ്ങനെ 8 സെൽസാണ് അവിടെ അറേഞ്ച് ചെയ്തിട്ട്, ന്യൂക്ലിയസുകളാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചുരുക്കി പറയാം. ഈനോത്തേറ ടൈപ്പ് എന്ന് പറയുന്നതാണ് അടുത്ത മോണോസ്പോറിക് ടൈപ്പ്. ഇവിടെ പോളിഗോണം പോലെ തന്നെ ഒരു ലീനിയർ ടെട്രാഡിൽ നിന്ന് മെഗാസ്പോർ ഫോം ചെയ്തതിന് ശേഷം ഇന്നർമോസ്റ്റ് വണ്ണിന് പകരം ഔട്ടർമോസ്റ്റ് മെഗാസ്പോർ ആയിരിക്കും ഫങ്ഷൻ ആവുന്നത്. അതായത് നേരത്തെ നമ്മൾ കണ്ട പോളിഗോണൽ ടൈപ്പിൽ ചലാസലത്തിലേക്കുള്ള ഒരു സെല്ലാണ് ഫങ്ഷണൽ ആയിരുന്നെങ്കിൽ ഇവിടെ ഔട്ടർമോസ്റ്റ് എൻഡ് അഥവാ മൈക്രോപൈലാർ എൻഡിലേക്കുള്ള ഒരെണ്ണമായിരിക്കും ഫങ്ഷണൽ ആയിരിക്കുന്നത്. ദ ഫങ്ഷണൽ മെഗാസ്പോർ അണ്ടർഗോസ് 2 സക്സസീവ് ഡിവിഷൻസ്, 4 ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. ഈ 4 ന്യൂക്ലിയസും, അതായത് ഫങ്ഷണൽ മെഗാസ്പോർ 2 ഡിവിഷൻ നടന്ന് 4 ന്യൂക്ലിയസ് ഉണ്ടായിട്ട് ഈ 4 ന്യൂക്ലിയസും മൈക്രോപൈലാർ എൻഡിൽ തന്നെ നിൽക്കും. ഈ 4 ന്യൂക്ലിയസിൽ 3 എണ്ണം എഗ് അപ്പാരറ്റസ് ആയിട്ട് വർക്ക് ചെയ്യും. ഒരെണ്ണം നേരെ നടുക്കോട്ട് പോയി പോളാർ ന്യൂക്ലിയസ് ഫോം ചെയ്യും. സെക്കൻഡ് പോളാർ ന്യൂക്ലിയസ്, അതായത് ഡിപ്ലോയിഡ് ആകുമല്ലോ, പോളാർ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണല്ലോ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ. ഇവിടെ അങ്ങനല്ല. സെക്കൻഡ് പോളാർ ന്യൂക്ലിയസ് ആൻഡ് ആന്റിപോഡൽസ് ആർ ആബ്സെന്റ്. ഇത് കാണപ്പെടുന്നത് ഈനോത്തീറ എന്ന് പറയുന്ന പ്ലാന്റിലാണ്.
ഒണാഗ്രേസിയ ഫാമിലിയിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്നു. അപ്പോൾ അതാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാനുള്ള വേരിയേഷൻ. മോണോസ്പോറിക് ടൈപ്പിൽ ഈനോത്തീറ ടൈപ്പ്. അപ്പോൾ അവിടെ നമുക്ക് പറയാവുന്നത് 8 ന്യൂക്ലിയസ് ഇല്ല ഇവിടെ, 3 4 ന്യൂക്ലിയസ് മാത്രമേ ഫോം ചെയ്യുള്ളൂ. പക്ഷെ മോണോസ്പോറിക് ആണ്, കാരണം ഈ 4 ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നത് ഒരു മെഗാസ്പോറിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മളതിന് മോണോസ്പോറിക് ആണ്, പക്ഷെ 4 ന്യൂക്ലിയസുകൾ 4 ന്യൂക്ലിയസ് കണ്ടീഷനാണ് കാണുന്നത്. അടുത്ത ബൈസ്പോറിക് കണ്ടീഷൻ. ബൈസ്പോറിക് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തായിരിക്കും ബൈസ്പോറിക്. സിമ്പിളാണ്. മെഗാസ്പോർ മദർ സെല്ല് ഡിവൈഡ് ചെയ്ത് 4 ന്യൂക്ലിയസുകൾ ഉണ്ടായിട്ട് ഈ 4 ന്യൂക്ലിയസ് 2 എണ്ണമായിരിക്കും ഫംഗ്ഷൻ. നോക്കാം നമുക്ക്. The megaspore mother cell divided to form 2 cells. The upper one quickly degenerate. നമ്മൾ നേരത്തെ പറഞ്ഞത് മിയോസിസ് പൂർത്തിയാക്കി 4 എണ്ണം ഉണ്ടായതിനു ശേഷം 3 ഡിജനറേറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മെഗാസ്പോർ മദർ സെല്ല് ഒരു പ്രാവശ്യം ഡിവൈഡ് ചെയ്തിട്ട് 2 സെൽസ് ഉണ്ടാവും. ഈ 2 സെൽസിൽ ഒരെണ്ണം അപ്പം തന്നെ ഡിജനറേറ്റ് ചെയ്യും. ബാക്കിയുള്ള ഒരെണ്ണം ഡിവൈഡ് ചെയ്ത് വീണ്ടും 2 ന്യൂക്ലിയസ് ഉണ്ടായതിനു ശേഷം 2 പോളിലേക്ക് നീങ്ങിയിട്ട് സക്സസ് ഡിവിഷൻ നടന്ന് ഒക്ടൻ ടൈപ്പ് ഉണ്ടായി നോർമൽ പോളിഗോൺ ടൈപ്പിലെ പോലെ ഒരു എംബ്രിയോ സാക്ക് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ എംബ്രിയോ സാക്ക് 8 ന്യൂക്ലിയേറ്റ് ആണ്. പക്ഷേ വ്യത്യാസം എന്ന് വെച്ചാൽ മോണോസ്പോറിക് അല്ല, ബൈസ്പോറിക് ആണ്. കാരണം എന്താണ്? മെഗാസ്പോർ മദർ സെല്ല് മിയോസിസിന് ശേഷം 4 സെൽസ് ഉണ്ടായാൽ 3 എണ്ണം ഡീജനറേറ്റ് ചെയ്യുന്നില്ല. മറിച്ച് മിയോസിസ് 1ന് ശേഷം ഒരെണ്ണം ഡീജനറേറ്റ് ചെയ്ത് പോവുകയും രണ്ടാമത്തത് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ആ 2 സ്പോറിൽ നിന്നാണ്, 2 മെഗാസ്പോറിൽ നിന്നാണ് ഈ 8 ന്യൂക്ലിയർ കണ്ടീഷനിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ ബൈസ്പോറിക് കണ്ടീഷൻ എന്ന് വിളിക്കും. ഹിയർ 2 മെഗാസ്പോർ ന്യൂക്ലിയേ ടേക്ക് പാർട്ട് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ സാക്ക്. സോ ഇറ്റ് ഈസ് ബൈസ്പോറിക്. അത് അലിയം നമ്മുടെ ഉള്ളി ലിലിയേസിയ ഫാമിലിയാണ്. ലിലിയേസിയ ഫാമിലി ഉള്ളിൽ കാണുന്നതാണ് ഈ ക്യാരക്ടർ. അതുകൊണ്ട് നമ്മൾ അതിനെ ബൈസ്പോറിക് ടൈപ്പ് അഥവാ അലിയം ടൈപ്പ് എന്ന് വിളിക്കുന്നു. അടുത്തത് പെപ്പറോമിയ ടൈപ്പ്. പെപ്പറോമിയ ടൈപ്പിൽ നമ്മൾ പറയുന്നത് ടെട്രാസ്പോറിക് എന്നാണ്. ടെട്രാസ്പോറിക് വെച്ചാൽ നമുക്ക് ഊഹിക്കാം എന്താണ് ടെട്രാസ്പോറിക് എന്ന് പറയാൻ കാരണം 4 മെഗാസ്പോർസ് ഇതിനകത്ത് ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. The megaspore mother nucleus undergo meiotic division. 4 nuclei are formed. ഈ 4 ന്യൂക്ലിയസും ക്രോസ് വൈസ് അറേഞ്ച് ചെയ്യും. ക്രോസ് വൈസ് എന്ന് വെച്ചാൽ ഒന്ന് മുകളിൽ ഒന്ന് താഴെ 2 എണ്ണം അപ്പുറം ഇങ്ങനെ ക്രോസ് വൈസ് അറേഞ്ച് ചെയ്യും. All the nuclei undergo 2 successive divisions and form 16 nuclei. ഈ 4 എണ്ണവും ഫംഗ്ഷനിലായിരിക്കാം. 3 എണ്ണം ഡീജനറേറ്റ് പോകാതെ 4 എണ്ണവും ഡിഫറെന്റ് ഫംഗ്ഷനിലായിരുന്നു കഴിഞ്ഞാൽ 4 എണ്ണവും ഡിവിഷന് വിധേയമായി കഴിയുമ്പോൾ 2 ഡിവിഷന് വിധേയമായി കഴിയുമ്പോൾ 4 8 ആവുന്നു, 8 16 ആവും. ഈ 16 എണ്ണം ഈ എംബ്രിയോസാക്കിനകത്ത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതനുസരിച്ച് ടെട്രാസ്പോറിക് ടൈപ്പ് ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പെപ്പറോമിയ ടൈപ്പാണ്. ഇനി നമ്മൾ കാണുന്ന ടൈപ്പുകളെല്ലാം തന്നെ ഈ 16 ടൈപ്പാണ്. 16 ന്യൂക്ലിയസിന്റെ റീഅറേഞ്ച്മെന്റിലുള്ള ഡിഫറൻസ് മാത്രമാണ്. ഇതിൽ 16 ന്യൂക്ലിയസിൽ ഒരു എഗ്ഗും സൈനർജിറ്റും മൈക്രോപൈലാറിൽ നിൽക്കും. 16 സെൽസാണ്, 16 ന്യൂക്ലിയസ് ആണ് ആകെയുള്ളത്. അതിൽ ഒരു സൈനർജിറ്റും എഗ്ഗും മൈക്രോപൈലാറിൽ നിൽക്കും. ആന്റിപോഡൽസ് 6 എണ്ണം ഉണ്ടാവും. അപ്പോൾ 6 8 ആയി. ബാക്കി 8 എണ്ണം ഇവിടെ ചേർന്ന് ഒരു പോളാർ ന്യൂക്ലിയ ഫോം ചെയ്യും. അപ്പോൾ ഇതൊരു വേരിയേഷനാണ്, നല്ല വലിയൊരു വേരിയേഷനാണ്. പെപ്പറോമിയ ടൈപ്പ് അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 16 ന്യൂക്ലിയസ് ഉണ്ടാകുന്നു, അതിൽ ഒരു എഗ്ഗും ഒരു സൈനർജിനും ഉണ്ടാകുന്നു. ബാക്കി 6 എണ്ണം ആന്റിപോഡലായിട്ട് നിൽക്കുന്നു. റിമൈനിങ് 8 ഫോം ദ പോളാർ ന്യൂക്ലിയസ്. ദിസ് ഇസ് നോൺ ആസ് ദ പെപ്പറോമിയ ടൈപ്പ്. പൈപ്പറേസിയ ഫാമിലി. പെപ്പറേസിയ ഫാമിലി വെച്ചാൽ നമ്മുടെ പെപ്പറോമിയ നമുക്ക് അറിയാം. പെപ്പറോമിയ എന്ന് പറയുന്നത് നമ്മുടെ വെള്ളിത്തണ്ട് എന്നൊക്കെ പറയുന്ന സാധനമാണ്. വെള്ളം കെട്ടി നിൽക്കുന്ന പഴയ ഒരു ചെടിയുണ്ടല്ലോ, അതാണ് പെപ്പറോമിയ എന്ന് പറയുന്നത്. അതുപോലെ പൈപ്പർ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മുടെ വെറ്റില, പെപ്പർ, കുരുമുളകൊക്കെ വരുന്ന ഫാമിലിയാണ് പൈപ്പറേസിയ. പൈപ്പറേസിയയിൽ നമുക്ക് ടിപ്പിക്കലായിട്ട് പെപ്പറോമിയ ടൈപ്പ് കാണാൻ പറ്റും. ഇനി പെനിയ ടൈപ്പ് എന്ന് പറയുന്നത് ഇവിടെയും പെപ്പറോമിയ ടൈപ്പ് പോലെ തന്നെ 16 ന്യൂക്ലിയസ് ഫോം ചെയ്യും. ഒരു ക്രോസ് വൈസ് അറേഞ്ച് ചെയ്യും.
പക്ഷേ ഈ 16 ന്യൂക്ലിയസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിലാണ് വ്യത്യാസം. ദ എഗ് ആൻഡ് 2 സൈനാർജിഡ്സ് റിമൈൻ അറ്റ് മൈക്രോപൈലാർ. നേരത്തെ പെപ്രോമേറ്റ് ടൈപ്പിൽ ഒരു സൈനാർജിഡ് ഉണ്ടാകുള്ളൂ, പക്ഷേ ഇപ്പോൾ 3 സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. ഒരു എഗ്ഗും 2 സൈനാർജിഡ്സും മൈക്രോപൈലാറിൽ നിൽക്കും. 3 ന്യൂക്ലിയ അറ്റ് ദ സെലാസലന്റ് ആസ് യൂഷ്വൽ, 4 അറ്റ് ദ സെന്റർ. അപ്പോൾ അത്രയായി 3 3 6 10ആയി. ബാക്കി 6 ഉള്ളതിൽ 3 ഈച്ച് ഓൺ 2 സൈഡ് വാൾസ്. ആ വാളിൻ്റെ 2 വശങ്ങളിലായിട്ട് 3 വീതം നിൽക്കും. ഇങ്ങനെ മൈക്രോപൈലിൽ 3, ചലാസയിൽ 3, 4 സെൻട്രൽ സെക്കൻഡറി ന്യൂക്ലിയസ് ആയിട്ട് 3 വീതം 2 വശങ്ങളിൽ നിൽക്കുന്നതിനാണ് നമ്മൾ പെനിയ ടൈപ്പ് എന്ന് പറയുന്നത്. പെനിയേസിയ ഫാമിലി കാണപ്പെടുന്ന ഒരു ഫിനോമിനാണിത്. ഇതിലുപോലെ തന്നെ വേറൊരു മോഡിഫിക്കേഷനാണ് ഡ്രൂസ ടൈപ്പ് എന്ന് പറയുന്നത്. Like peperomia type, initially 4 megaspores are formed. These are distributed in different ways. 1 megaspore remains towards the micropyle and the rest 3 at the chalacerate. All the nuclei undergo 2 divisions and form 16 nuclei. Adil 4 nuclei remain towards the micropyle and the rest 12 at the chalacerate. 16 ഉണ്ടാകുന്നതിൽ 3 remain towards the micropyle. പിന്നെ ആദ്യത്തെ ഫോം ചെയ്ത 1 ഉണ്ട്. അങ്ങനെ 4 ന്യൂക്ലിയസ് മൈക്രോപൈലിൽ നിൽക്കും, ബാക്കി 12 ചലാസനിലേക്ക് പോകും. In the mature embryo sac, egg and 2 cynarids remains towards the micropyle and the rest 11 at the chalasalent. ഇതിനെയാണ് നമ്മൾ ഡ്രൂസ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പിയേസിയ ഫാമിലി. അപ്പിയേസിയ ഫാമിലി എന്ന് വെച്ചാൽ നമ്മുടെ മല്ലി ഒക്കെ വരുന്ന ഫാമിലിയാണ് അപ്പിയേസിയ. ഡ്രൂസ ഓപ്പോസിറ്റിഫോളിയാണ് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുക. അതിൽ കാണപ്പെടുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് ഇത് എന്ന് പറയാം, ഡ്രൂസ ടൈപ്പ് എന്ന് പറയാം. വീണ്ടും വരുന്ന വേറൊരു ടൈപ്പാണ് ഫ്രിട്ടിലേറിയ ടൈപ്പ് എന്ന് പറയുന്നത്. ഫ്രിട്ടിലേറിയ ടൈപ്പ് ഡ്രൂസ ടൈപ്പ് പോലെ തന്നെയാണ്. 4 ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. 4 ന്യൂക്ലിയസിൽ ഒരു ന്യൂക്ലിയസ് റിമൈൻസ് ടുവേർഡ്സ് ദ മൈക്രോപൈൽ. അതായത് 4 എന്ന് പറയുമ്പോൾ ഓർക്കണം, മെഗാസ്പോർ മദർ സെല്ലും മിയോസ് നടന്നുണ്ടാകുന്ന 4 സെൽസുകളുണ്ടെന്ന് പറയുന്നത്. ബാക്കി 3 at the chalacerate. The chalacal nuclei fused together to form a 3 nucleus. അപ്പോൾ ഇവിടെ വളരെ എൻറ്റയർലി ഡിഫറൻ്റ് ആയ ഒരു കണ്ടീഷനാണ് കാണപ്പെടുന്നത്. ഒരു സെല്ല് മൈക്രോപൈലാറിൽ എഗ്ഗായിട്ട് ഫങ്ഷൻ ചെയ്യും, ബാക്കിയെല്ലാം ചലാസലന്റിലേക്ക് പോയിട്ട് അവിടെ വെച്ച് ഫ്യൂസ് ചെയ്ത് ഒരു 3N ന്യൂക്ലിയസ് ഉണ്ടാവും. Both the cells thus undergo 1 meiotic division and again form tetrasporic stage. Out of 4 nuclei, 2 remain at each pole. All the nuclei then undergo mitotic division and form 8 nuclei. Out of 4 haploid nuclei at the micropyle, 1 egg and 2 synergids are formed. Those remain at the micropylar end. 3 triploid nuclei at the chalacer end. കാര്യം പറഞ്ഞല്ലോ, ഫ്യൂസ് ചെയ്ത ചലാസലന്റിൽ ഒരെണ്ണം ഫ്യൂസ് ചെയ്ത് 3N ആയിട്ട് നിൽക്കുകയാണ്. അതാണ് അടുത്ത അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻ. അപ്പോൾ അതെല്ലാം ട്രിപ്ലോയിഡ് ആയിരിക്കും ഓർത്തിരിക്കുക. ട്രിപ്ലോയിഡ് ന്യൂക്ലിയ ഇനി ട്രിപ്ലോയിഡ് സെൽസ് ഡിവിഷന് വിധേയമാകുമ്പോൾ അബറേഷൻസ് ഉണ്ടാകും. പക്ഷെ ഇതെല്ലാം തന്നെ നറിഷിംഗ് ടിഷ്യൂസ് ആയതുകൊണ്ട്, എഗ് ഒഴികെ ബാക്കി എല്ലാം തന്നെ ന്യൂട്രീറ്റീവ് ടിഷ്യൂസ് ആയതുകൊണ്ട് അതിനകത്തുള്ള ക്രോമസോമിന്റെ അറേഞ്ച്മെന്റിനെ പറ്റിയോ ക്രോമസോമിന്റെ അബ്നോർമാലിറ്റിയോ പ്ലാന്റിന്റെ നോർമൽ ഗ്രോത്തിനെ ബാധിക്കുന്നില്ല. കാരണം ഇതെല്ലാം ന്യൂട്രീറ്റീവ് ആണ്. കൂടുതൽ മെറ്റബോളൈറ്റ്സ് ഉണ്ടാക്കുകയും അതെല്ലാം ഈ ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന സെല്ല് അത് മാത്രമേ ഉള്ളൂ. 1 ഹാപ്ലോയിഡ് സെൽ ആൻഡ് അതർ 1 is ട്രിപ്ലോയിഡ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ഫ്രിട്ടിലേറിയ ടൈപ്പ് എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ ഈ 16 ന്യൂക്ലിയസ് എങ്ങനെ ഫോം ചെയ്യുന്നു, എങ്ങനെ അത് റീഅറേഞ്ച് ചെയ്തു എന്നുള്ള മോഡിഫിക്കേഷൻസ് ആണ്. ഇതിൽ ടെട്രാസ്പോറിക് നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഇത് പ്ലംബാജെല്ല ടൈപ്പ് എന്ന് പറയുന്നത് വീണ്ടും ഇതുപോലെ തന്നെയാണ്, ഫ്രിട്ടിലേറിയ ടൈപ്പ് പോലെ തന്നെയാണ്. ഫോംസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടെട്രാസ്പോറിക് സ്റ്റേജ് വിത്ത് 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയൈ അറ്റ് മൈക്രോപൈൽ ആൻഡ് 2 ട്രിപ്ലോയിഡ് ന്യൂക്ലിയൈ അറ്റ് ദ ചലാസൽ എൻഡ് ഓഫ് ദ എംബ്രിയോ സെൽ. അത് കഴിഞ്ഞാൽ അറേഞ്ച്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ എഗ് എപ്പോഴും മൈക്രോപൈലാറിന്റെ തന്നെയായിരിക്കും. 1 ട്രിപ്ലോയിഡ് ന്യൂക്ലിയസ് അറ്റ് ചലാസൽ എൻഡ് ആൻഡ് 1 ട്രിപ്ലോയിഡ് അറ്റ് ദ ട്രിപ്ലോയിഡ് പ്ലസ് 1 ഹാപ്ലോയിഡ് അറ്റ് ദ സെന്റർ. ഇതിനെയാണ് നമ്മൾ പ്ലംബാജെല്ല ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് മിയോസ് നടന്ന് ഒരു സെല്ല് മൈക്രോപൈലാറിന്റെ തന്നെ നിൽക്കും, ബാക്കി 3 മൂവ് ചെയ്ത് ചലാസലന്റിലേക്ക് പോകും. ചലാസലന്റിൽ ചെന്ന് 3 ഫ്യൂസ് ചെയ്ത് ട്രിപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ടാവും. ഈ എക്സെല്ല് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ഒരെണ്ണം സെൻറ്ററിലേക്ക് വരികയും ഈ ട്രിപ്ലോയിഡ് ന്യൂക്ലിയസിൽ നിന്നൊരെണ്ണം മൂവ് ചെയ്ത് സെൻറ്ററിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ
ട്രിപ്ലോയിഡ് സെല്ലും ഹാപ്ലോയിഡ് സെല്ലും കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് പ്ലംബാജെല്ല ടൈപ്പിൽ കാണുന്നത്. സിമിലർലി പ്ലംബാഗോ ടൈപ്പ്, ദിസ് ഇസ് ഓൾസോ എ 16 ന്യൂക്ലിയേറ്റ് സ്റ്റേജ്. പെനിയ ടൈപ്പ് എന്ന് പറയുന്നത് where firstly 4 nuclei are formed followed by 8 nucleated embryoside. The 2 nuclei at each side remain crossways. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 8 ന്യൂക്ലിയസ് കണ്ടീഷൻ ഉണ്ടാവും. 8 ന്യൂക്ലിയസിൽ 2 എണ്ണം വീതം 4 പോളിൽ നിൽക്കും. അതായത് സരാസരി 2 എണ്ണം, താഴെ 2 എണ്ണം, അപ്പുറം ക്രോസ് ഷേപ്ഡ് ആയിട്ട് 4 എണ്ണം വീതം നിൽക്കും. ലേറ്റർ ഓൺ 4 ന്യൂക്ലിയ 1 ഫ്രം ഈച്ച് സൈഡ്, അതായത് 4 ഇടത്തുനിന്ന്, മുകളിൽ 2 ഉണ്ട്, താഴെ 2 ഉണ്ട്, 2 വശങ്ങളിലും ഈ 2 ഉണ്ട്. ഇതിൽ നിന്ന് ഓരോന്ന് സെന്ററിലേക്ക് വരും. മുകളിൽ നിന്ന് ഒരെണ്ണം താഴേക്ക് വരും, താഴെ നിന്നും മുകളിലേക്ക് നടുക്കേക്ക് എത്തിക്കും, 2 വശങ്ങളിൽ നിന്ന് ഓരോന്നിലേക്കും. ഇതെല്ലാം കൂടെ ഫ്യൂസ് ചെയ്യും, അഗ്രിഗേറ്റ് അറ്റ് ദ സെന്റർ. ദ ന്യൂക്ലിയസ് അറ്റ് മൈക്രോപ്ലാന്റ് ബിഹേവ്സ് ദ എഗ്. ഇതിനാണ് നമ്മൾ പ്ലംബാഗോ ടൈപ്പ് എന്ന് പറയുന്നത്. പ്ലംബാഗോ, പ്ലംബാജിനേസി എന്ന് പറയും ഫാമിലിയിലാണുള്ളത്. പ്ലംബാഗോയ്ക്ക് മലയാളം നമ്മൾ പറയാം കൊടുവേലി എന്നാണ്. നീലക്കൊടുവേലി, ചുവന്ന കൊടുവേലിയൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, കേട്ടിട്ടുണ്ടാവും. മെഡിസിനൽ പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് ഈ ടൈപ്പ് കാണാൻ പറ്റും. വളരെ സിമ്പിൾ അറേഞ്ച്മെന്റ് ആണ്. അവിടെ പോളാർ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് 4 ന്യൂക്ലിയസ് ഒരുമിച്ച് ഫ്യൂസ് ചെയ്ത് സെന്ററിൽ കാണപ്പെടുന്നതുകൊണ്ടാണ് പ്ലംബാഗോ ടൈപ്പിന് ആ സവിശേഷത കിട്ടിയിരിക്കുന്നത്. ഇനി അഡോക്സ ടൈപ്പ്. അഡോക്സ ടൈപ്പ് ഞാൻ കളർ വ്യത്യാസപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത് നോക്കുക, കാരണം അഡോക്സ ടൈപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റ് ഈ പറഞ്ഞ ടൈപ്പുകൾ ഫെർട്ടിലേറിയ ടൈപ്പൊക്കെ കുറച്ച് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ഡൈവേഴ്സ് പെട്രാസ്പോറിക് തന്നെയാണല്ലോ. പക്ഷേ അഡോക്സ ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ദിസ് ടൈപ്പ് മെഗാസ്പോർ mother nucleus divides meiotically into 4 nuclei arranged 2 at each end. All the nuclei further undergo mitotic fusion and 8 nuclei are formed like the normal type, polygonal type. 1 egg and 2 synergids remain at the micropylar end. 3 antipodal cells at the telasel end and 2 nuclei become the secondary nucleus at the center. ഇവിടെ എന്താണ് കാണുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞ പോളിഗോണൽ ടൈപ്പ് പോലെ തന്നെയാണിത്, അറേഞ്ച്മെന്റ് അല്ല. പക്ഷെ വ്യത്യാസം എന്ന് പറയുന്നത് പോളിഗോണൽ ടൈപ്പിൽ 4 മെഗാസ്പോൾസ് ഫോം ചെയ്യുകയും 3 എണ്ണം ഡീജനറേറ്റ് ചെയ്തിട്ട് ഒരെണ്ണത്തിൽ നിന്ന് ബാക്കി 8 ന്യൂക്ലിയസ് ഫോം ചെയ്യുകയും ചെയ്തുവെങ്കിൽ ഇവിടെ അങ്ങനല്ല. ഇവിടെ മെഗാസ്പോർ മദർ സെല്ല് മിയോസിസിന് വിധേയമായി 4 ന്യൂക്ലിയസ് ഉണ്ടായിട്ട് ഈ 4 ന്യൂക്ലിയസും 1 ടൈം മൈറ്റോസിന് വിധേയമായി 8 ന്യൂക്ലിയസ് ഫോം ചെയ്ത് ഈ 8 ന്യൂക്ലിയസ് പോളിഗോണൽ ടൈപ്പിലെ പോലെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ചെയ്തത്. സെലാസെല്ലിൽ 3 എണ്ണം, മൈക്രോപൈലാറിൽ 3 എണ്ണം, പോളാർ സെൻട്രലായിട്ട് സെക്കൻഡറി ന്യൂക്ലിയസ് അല്ലെങ്കിൽ പോളാർ ന്യൂക്ലിയ ആയിട്ട് 2 എണ്ണം, ഇങ്ങനെ 8 ന്യൂക്ലിയസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം അഡോക്സ ടൈപ്പ് ഈസ് ടെട്രാസ്പോറിക് 8 ന്യൂക്ലിയേറ്റ് എന്ന് നമുക്ക് പറയാം. ബാക്കി നേരത്തെ കണ്ടതെല്ലാം തന്നെ ടെട്രാസ്പോറിക് 16 ന്യൂക്ലിയേറ്റ് ആയിരുന്നുവെങ്കിൽ ഇവിടെ ടെട്രാസ്പോറിക്കുമാണ് 8 ന്യൂക്ലിയേറ്റുമാണ് എന്ന് നമുക്ക് കാണാം. അതാണ് അഡോക്സ ടൈപ്പിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അഡോക്സ ടൈപ്പ് പ്രത്യേകം വന്നിരിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ഒരുമിച്ചാക്കി ഈ ഡയഗ്രത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പോളിഗോണൽ ടൈപ്പ് ഇവിടെ കാണാം. പോളിഗോണൽ ടൈപ്പ് ആണെങ്കിൽ ഒരു ന്യൂക്ലിയസ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, 4 എണ്ണത്തിൽ 3 എണ്ണം ഡീജനറേറ്റ് ചെയ്യുന്നു, അവസാനത്തെ ചെലാസെല്ലിലെ ഒരെണ്ണം മാത്രം റിമെയിൻ ചെയ്യുന്നു. അത് വീണ്ടും മൈറ്റോസിന് വിധേയമാകുന്നു, 2 ന്യൂക്ലിയസ് ആവുന്നു, 4 ന്യൂക്ലിയസ് ആവുന്നു, 8 ന്യൂക്ലിയസ് ആവുന്നു, 3 ഒരെണ്ണം വെച്ച് നടുക്കോട്ട് വരുന്നു, 8 ന്യൂക്ലിയസ് കണ്ടീഷനുകൾ വരുന്നു. ബാക്കിയെല്ലാം തന്നെ ഡിഫറെൻറ്റ് ടൈപ്പാണ്. നമ്മളിവിടെ കണ്ട അഡോക്സ ടൈപ്പ് നോക്കുക. അഡോക്സ ടൈപ്പ് ലാസ്റ്റ് നമുക്ക് കാണാം. ഒരു മെഗാസ്പോർ മദർ സെല്ല് 2 ന്യൂക്ലിയസ് ഉണ്ടാവുന്നു, 4 ന്യൂക്ലിയസ് ആവുന്നു. ഈ 4ഉം ഫങ്ഷണലായിട്ട് 8 ന്യൂക്ലിയസ് കണ്ടീഷൻ ഉണ്ടായിട്ട് അത് അറേഞ്ച് ചെയ്യും. അപ്പോൾ പോളിഗോണൽ ടൈപ്പും അഡോക്സ ടൈപ്പും ഇത് മോണോസ്പോറിക് ആണ്, ഇത് ടെട്രാസ്പോറിക് ആണ്. ഇവിടെയാണെങ്കിൽ അലിയം ടൈപ്പിലാണെങ്കിൽ നമുക്ക് ബൈസ്പോറിക് ആണ്. ബൈസ്പോറിക് ഒരെണ്ണം ഡിവൈഡ് ചെയ്യുന്നു, 2 എണ്ണം ഫോം ചെയ്യുന്നു, 2 എണ്ണത്തിൽ ഒരെണ്ണം ഡിസെൻറ്റഗ്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഡീജനറേറ്റ് ചെയ്ത് പോയിട്ട് താഴത്തെ ഒരെണ്ണത്തിൽ നിന്ന് 8 ന്യൂക്ലിയർ കണ്ടീഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ബൈസ്പോറിക് എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ ടെട്രാസ്പോറിക് ആണ്. ടെട്രാസ്പോറിക്കിൽ 16 ന്യൂക്ലിയസ് ഫോം ചെയ്തിട്ട് അത് മോഡിഫൈ ചെയ്യുന്നതാണ് ഇതെല്ലാം തന്നെ. വ്യത്യാസമുള്ളത് അഡോക്സ ടൈപ്പിലാണ്. അഡോക്സ ടൈപ്പിൽ ടെട്രാസ്പോറിക് ആണെങ്കിലും 8 ന്യൂക്ലിയേറ്റ് ആണ്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എംബ്രിയോ സാക്സ് അല്ലെങ്കിൽ മെഗാഗാമറ്റോജനസിസ് പാറ്റേൺസ് ഇൻ ആൻജിയോസ്പേംസ്.
യെസ്, അപ്പോൾ ഇതിൻ്റെ നോട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലുണ്ട്, ഈ പ്രസൻറ്റേഷനുണ്ട്. അത് നിങ്ങളൊന്ന് എടുത്ത് ഒന്നുകൂടെ റീഡ് ചെയ്യുക. ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വീണ്ടും ഈ ക്ലാസ് കാണാവുന്നതാണ്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കും.